ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് അറബ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തി. സ്വതന്ത്രമായി നടത്തിയ ആക്രമണമെന്നും തുടങ്ങിവെച്ചത് പൂർത്തിയാക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. എന്നാൽ അമേരിക്ക വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആക്രമണം ഭീരുത്വമെന്നും നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്നും ഖത്തറിന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇപ്പോൾ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം പോലെ ആ നിലയിൽ ഒരു പ്രത്യാക്രമണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ആശങ്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ നിലയിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും അത് കുറേ നാളുകൾ കൂടി വീണ്ടും അശാന്തിയുടെ ദിവസങ്ങൾ നമുക്ക് സമ്മാനിക്കുമോ എന്നൊരു ആശങ്ക ലോകത്തിനുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ ഹമാസിന് അവർ പറയുന്ന അവരുടെ നേതാക്കളൊക്കെ സുരക്ഷിതരാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണത്തിന് ശേഷമുള്ള മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം എന്ന് നമുക്കറിയാമല്ലോ വിജയകുമാർ. ആ അപ്രതീക്ഷിതമായ ആക്രമണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇസ്രായേലിനൊരു മറ്റൊരു സഹായം, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഖത്തറിനെ സംബന്ധിച്ചാണ്. ഖത്തർ രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഹമാസ് എന്ന സംഘടനയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കും വെടിനിർത്തൽ ചർച്ചകൾക്കും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് വർഷങ്ങളായി ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഖത്തറിൽ നിന്നുകൊണ്ടാണ്, ദോഹയിൽ നിന്നുകൊണ്ടാണ് ഹമാസിൻ്റെ നേതാക്കൾ എല്ലാവരും ഈ ചർച്ചകൾ പങ്കെടുക്കുന്നത്. അതിനായിട്ടാണ് അവർ അവിടെ എത്തിയതും. അവർ താമസിക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഈ ആക്രമണം നടത്തുന്നത്. ഒരുപക്ഷെ ഹമാസും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഇപ്പോൾ വിജയകുമാർ ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷേ ഈ പശ്ചിമേഷ്യയും അറബ് രാജ്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒരുപക്ഷെ തിരിഞ്ഞേക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള കാരണമുണ്ടാകുന്നത് എന്തിന് ഖത്തറിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തി? രണ്ട്, അതൊരു ജനവാസ കേന്ദ്രമായിരുന്നു, പ്രത്യേകിച്ചും പാർപ്പിട സമുച്ചയങ്ങളുള്ള കേന്ദ്രം. അവിടേക്ക് എന്തിന് ആക്രമണം നടത്തി? ഒരു പ്രകോപനവും ഖത്തറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഖത്തർ ഇപ്പോഴും സമാധാനത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആക്രമണത്തിന് മറുപടി എന്തായാലും വാക്കുകൾ കൊണ്ട് അറബ് രാജ്യങ്ങളെല്ലാം നൽകി കഴിഞ്ഞു. ഇറാനും സൗദിയും യു എയും സാധാരണഗതിയിൽ യു എ ഒക്കെ ഇക്കാര്യത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ്. അവർ പോലും പറയുന്നുണ്ട് ഇത് സഹിക്കാൻ കഴിയാത്തതാണ്, ഇത് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ വലിയ ചതിയാണ്, ആക്രമണമാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഈ രൂപത്തിൽ അറബ് രാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൽ അമേരിക്കയും ഇസ്രായേലും അതിനൊരു മറുപടി, ചിലപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായേക്കും. എന്തായാലും വലിയ രൂപത്തിലുള്ള പ്രതികരണം, വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും വിശേഷം പശ്ചിമേഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രണ്ട് സ്ഥലങ്ങൾ, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ മധ്യസ്ഥതയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ, വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് ഖത്തർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വെടിനിർത്തൽ കരാറിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്, അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത്, ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ഞങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് നിങ്ങൾ ആക്രമണം നടത്തിയത് അത് ശരിയായില്ല, അത് ഹീനമായ പ്രവൃത്തിയായി പോയി എന്നാണ് ഖത്തറിൻ്റെ ഭാഗത്തുണ്ടായ മറുപടി അല്ലെങ്കിൽ പ്രതികരണം. അതൊരു പക്ഷേ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിനൊരു തക്കതായ മറുപടി ഇനി ഒരുപക്ഷെ ഖത്തറിൻ്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ പോലും ഈ മേഖലയെ ആകെ അശാന്തിയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ചിലപ്പോൾ നൽകാൻ കഴിയും. കാരണം ഹമാസിൻ്റെ ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന സുപ്രധാനമായ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നു. ഹമാസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹമാസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. കാരണം സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നത് ഹമാസിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അത് മാത്രവുമല്ല, ഗസയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്ന് അവസാന മുന്നറിയിപ്പ് എന്ന പേരിൽ രണ്ടുപേരും, അത് ട്രംപും നെതന്യാഹുവും രണ്ടുപേരും അസന്നിഗ്ധമായി അവസാന മുന്നറിയിപ്പ് എന്ന പേരിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ ഹമാസ് നിൽക്കുന്നത്. ആ ക്ഷീണത്തിൽ നിന്നുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ചർച്ചയ്ക്കിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിൻ്റെ നേതാക്കൾ ദോഹയിലുള്ളത്. അതിനിടയിലാണ് അങ്ങനെ ഗസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നും ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണെന്നുള്ള വാണിംഗ്, ഒരു വലിയ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനിടയിലാണ് അതേ ആളുകൾക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെ അവർ സഹിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ പോലും അറബ് ലോകത്തെ ഇത് വലിയ രൂപത്തിൽ അവരുടെ പ്രതിഷേധം വലിയ രൂപത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലും അറബ് ലോകത്തും വലിയ ചർച്ചകളുണ്ടാകും. അമേരിക്കയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും. ഇസ്രായേലിനെതിരെ അതിനേക്കാൾ വലിയ പ്രതിഷേധമുണ്ടാകും എന്നുറപ്പാണ് വിജയകുമാർ.